മോക്ക് ഇതിനേക്കാൾ ചേർന്നൊരു ബന്ധം വരാനില്ല. മോളെ, പെൺകുട്ടികൾ വളർന്നു വലുതാകുമ്പോ കുറെ നാള് അവള് കുഞ്ഞല്ലേ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ് കൊഞ്ചിക്കാനും ലാളിക്കാനായിരിക്കും അച്ഛനമ്മമാരുടെ താല്പര്യം. പക്ഷെ അല്പം കൂടി കഴിയുമ്പോ മനസ്സിൽ വല്ലാത്തൊരു ആദ്യം അങ്ങ് കയറും. അതെപ്പോഴാ അവസാനിക്കുക? കതിർ മണ്ഡപത്തിൽ വെച്ച് നിങ്ങളുടെ കയ്യ് ഒരാളെ പിടിച്ച് ഏൽപ്പിക്കുമ്പോഴാ. അച്ഛനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാ. പ്രിയങ്കയെ സുരക്ഷിതമായ ഒരാളെ ഏൽപ്പിച്ചതുപോലെ നിന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും നോക്കി അച്ഛനും അമ്മയ്ക്കും മനസ്സമാധാനത്തോടെ ഇരിക്കാം. അച്ഛൻ പറഞ്ഞ മോക്ക് മനസ്സിലായോ? എന്താ ദേവ ഒരു ഉപദേശമൊക്കെ? ഇവള് വല്ല ബുദ്ധിമുട്ടും പറഞ്ഞോ? ഇല്ല അമ്മ, ഉപദേശമൊന്നുമല്ല. ഞാൻ മോളോട് ചില കാര്യങ്ങളൊക്കെ പറയായിരുന്നു. വരുന്നവര് കൊള്ളാവുന്ന കുടുംബക്കാരാ. കഴിഞ്ഞ ദിവസം എന്തോ സംഭവിച്ചു പോയി എന്ന് കരുതിയിട്ട് അവരോട് മര്യാദയില്ലാതെ പെരുമാറരുതെന്ന് പറഞ്ഞു കൊടുത്തേക്കും. അമ്മേ, ഈ ഒരു അവസ്ഥയിലെങ്കിലും അമ്മയ്ക്ക് ഇവളെ കുറ്റപ്പെടുത്താതിരുന്നൂടെ? ഇത് കുടുംബത്തിലെ ഒരു നല്ല കാര്യമായിട്ട് അമ്മയ്ക്ക് കാണാലോ. ഓ, നല്ല കാര്യം. ഇറക്കി വിടാനാണെന്ന് ആലോചിക്കുമ്പോ അങ്ങനെയും കരുതാം. മോളെ, മുത്തശ്ശിയുടെ പെരുമാറ്റത്തിൽ മോക്ക് വിഷമം തോന്നണ്ട. എന്തോ മുത്തശ്ശിയുടെ മനസ്സിൽ അങ്ങനെ പതിഞ്ഞു കിടക്കുക. ആയിക്കോട്ടെ, അച്ഛനും അമ്മയും മോളുടെ കൂടെ ഉണ്ടല്ലോ. എന്നാലും ദൈവട്ടൻ അമ്മയോടൊന്ന് പറഞ്ഞേക്ക്. വരുന്നവര് അമ്മയുടെ മുഷിഞ്ഞ മുഖം കാണണ്ട. ഞാനെന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. മതി അമ്മ, അധികം ഒന്നും ഒരുക്കേണ്ട ആവശ്യമില്ല. അല്ല, നമ്മൾ എപ്പോഴാ പുറപ്പെടുന്നേ? തിടുക്കം വേണ്ട, അവര് കുറച്ചു ദൂരം പോട്ടെ, എന്നിട്ട് നിങ്ങൾ പുറപ്പെട്ടാ മതി. പറഞ്ഞു വിട്ട സ്ഥലത്തേക്ക് തന്നെ രണ്ടുപേരും എത്തിയാ മതിയായിരുന്നു. അതൊക്കെ അവരെത്തിക്കോളും. ഈ യാത്രയോടെ കൽപ്പനയുടെ സംശയങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം കിട്ടും. അത് മതി. ഈ യാത്രയുടെ ഉദ്ദേശങ്ങളെല്ലാം നടന്നാ മതി. കമ്പനിയിലെ ചില ക്ലയൻസിന്റെ കാര്യങ്ങളുമായി എനിക്കും ചന്ദ്രശേഖരനും പോകേണ്ടതുണ്ട്. 1-2 ദിവസവും കൂടി എടുക്കും. ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് വരാൻ നോക്കാം. ഉർവശിയോടെ ചെറിയമ്മ റെഡി ആയിക്കൊണ്ടിരിക്കാം. അങ്ങനെ അവരെ പരീക്ഷിക്കാനാണെങ്കിലും നമുക്കൊരു യാത്രയായി. എല്ലാവരും മനസ്സറിഞ്ഞ് സന്തോഷിക്കുകയാണെങ്കില് 2-3 ദിവസമല്ല, കുറച്ചു ദിവസം കൂടി കഴിഞ്ഞിട്ട് തിരിച്ചു പോന്നാ മതി. അതെ മുത്തശ്ശി, യാത്ര ആദ്യം തീരുമാനിച്ചപ്പോ അത്ര വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. ഇപ്പൊ എന്തോ വല്ലാത്തൊരു ഉത്സാഹം. ഇതമ്മ. ജീവ പറഞ്ഞ് എനിക്ക് എല്ലാരെ കുറിച്ചും വിശദമായിട്ട് അറിയാം. ഇവന്റെ വിവാഹകാര്യം സംസാരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളായി. അപ്പോഴൊക്കെ ഇവന്റെ കരിയറിനെ കുറിച്ച് പറയും. അവിടെ കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു പൊസിഷൻ എത്തിയിട്ട് മതി വിവാഹം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ കുട്ടിയുടെ കാര്യത്തിൽ എന്താണെന്നറിയില്ല, പെട്ടെന്നൊരു ദിവസം വന്ന് എന്നോട് ഈ കാര്യം അവതരിപ്പിച്ചു. ഞാൻ കരുതിയത് ഇവര് തമ്മില് ഇഷ്ടത്തിലാണെന്നാ. അപ്പോഴേ പറയുന്നേ ഇവനെ താല്പര്യപ്പെട്ടിട്ടുള്ളൂ, പെൺകുട്ടി ഇപ്പോഴും അങ്ങനെയൊന്നും ഇവനെ കണ്ടിട്ടില്ലെന്ന്. മോള് വളരെ അച്ചടക്കത്തോടെയാണ് വളർന്നത്. പ്രണയം ഒരു തെറ്റാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ കുഞ്ഞുനാൾ മുതൽക്കേ ഞങ്ങൾ അവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്.
അവളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ തീരുമാനങ്ങൾക്ക് അവള് പ്രാധാന്യം കൊടുക്കുന്നു. അല്ല, അമ്മ എന്താ ഒന്നും പറയാത്തെ? ഞാനിതിൽ വിശേഷിച്ച് എന്തു പറയാനാ? സംഗതി നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഒക്കെ നല്ലതാ. പക്ഷെ ഈ അയൽപ്പക്കത്തുകാരുടെ ചില ചോദ്യങ്ങളുണ്ടല്ലോ. സിനിമാക്കാരെ വിശ്വസിക്കാൻ പറ്റുമോ? അവരെക്കുറിച്ച് നല്ലതൊന്നും കേൾക്കാറില്ലല്ലോ, അങ്ങനെയൊക്കെ. ഈ സംശയം അയൽപക്കക്കാർക്കല്ല തോന്നുന്നേ, മുത്തശ്ശിക്ക് തന്നെ തോന്നുന്നേ. അല്ലേ മുത്തശ്ശി? എന്റെ മുത്തശ്ശി, സിനിമയെ ഞാനൊരു പാഷനായിട്ട് കണ്ടു. സിനിമയിൽ ചില നേട്ടങ്ങൾ ഉണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതിന്റെ പേരില് എന്റെ വ്യക്തിത്വത്തിനോ എന്റെ കുടുംബത്തിനോ യാതൊന്നും സംഭവിച്ചുകൂടാന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ ഓരോ ചൂട് നടക്കുമ്പോഴും അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഉപദേശങ്ങളാ എന്റെ മനസ്സിലുള്ളത്. ഞാൻ ഈ ഫീൽഡിലേക്ക് വന്ന സമയത്ത് അമ്മയോടെ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്. എന്നെക്കുറിച്ച് തെറ്റായിട്ട് ഒരിക്കലും ഒന്നും കേൾക്കില്ലെന്ന്. അത് ഇത്രയും നാൾ പാലിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുമ്പോട്ടുപോയി അങ്ങനെ തന്നെ ആയിരിക്കും.